ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മിസ്റ്റർ ടെക്നോളജീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന S24 അൾട്രയാണ്. അപ്പോൾ ഒത്തിരി സമയം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിപ്പോൾ നമ്മുടെ S24 അൾട്ര അൺബോക്സ് ചെയ്യാം. അപ്പോൾ ബോക്സിൻ്റെ അകത്ത് ഓഫ്കോഴ്സ് നമ്മുടെ ഫോണ്, പിന്നെ യൂസർ മാനുവൽ, പിന്നെ ചാർജർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഫോണിൻ്റെ ബോക്സിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ഇത് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ കുറേ ഫീച്ചേഴ്സ് കണ്ടായിരുന്നു, ലൈക്ക് സർക്കിൾ ടു സെർച്ച്. അതുമാത്രം അല്ലാതെ വേറെ കുറേ AI ഫീച്ചേഴ്സും. അപ്പം ഇതിലെല്ലാം കൂടി ഒരെണ്ണം ഞാൻ പറയാം, സർക്കിൾ ടു സെർച്ച്. എനിക്ക് സത്യം പറയാലോ, ഇൻട്രസ്റ്റിംഗ് ആയി ഫീൽ ചെയ്ത ഒരു കാര്യമാണിത്. ഒരു പടം കണ്ട് അത് അറിയത്തില്ല, അതിൻ്റെ പ്രൈസ് എന്നാ, അതെന്നാന്നൊന്നും അറിയത്തില്ലല്ലേ. ജസ്റ്റ് ആ ഹോം ബട്ടൺ ഞെക്കിയിട്ട് ഒന്നെങ്കിൽ വിരലും കൊണ്ട് അല്ലെ എസ് പെന്നും കൊണ്ട് സർക്കിൾ ചെയ്ത് അതിൻ്റെ പ്രൈസ്, അതിൻ്റെ പേരെന്നാ, അതിനെക്കുറിച്ചുള്ള വീഡിയോസ് എല്ലാം കാണാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. അതുമാത്രമല്ല, നിങ്ങൾക്ക് വേറെ ഫോൺ കോൾ വരുമ്പം നിങ്ങൾക്ക് അറിയത്തില്ലാത്തൊരു ലാംഗ്വേജ് വേറെ ഒരാൾ പറയുന്നെങ്കിൽ, സപ്പോസ് ഒരാൾ ഹിന്ദി സംസാരിക്കുമ്പം നമുക്കത് ഇംഗ്ലീഷിൽ കേൾക്കാൻ പറ്റുന്നത്, നമ്മളത് ഇംഗ്ലീഷിൽ പറയുമ്പം മറ്റേ ആൾക്ക് ഹിന്ദി കേൾക്കാൻ പറ്റുന്നത് ഒരു അമേസിങ് AI ഫീച്ചറാണ്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ സോഫ്റ്റ്വെയറിൽ മാത്രമല്ല ഈ ഒരു AI ഫീച്ചർ വർക്കാവുന്നത്, ഹാർഡ്വെയറിലും വർക്കാവും. സാംസങ്ങിൻ്റെ തന്നെ ഗാലക്സിയുടെ ആപ്പില്ലേ, അതിൻ്റെ അകത്തും ഈ AI ഫീച്ചേഴ്സ് വർക്കാവും. സപ്പോസ് ചേഞ്ചിങ് ദ ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെ കുറേ. കഴിഞ്ഞ പ്രാവശ്യം S23 അൾട്രയിൽ വന്ന 200 മെഗാ ക്യാമറയാണ് ഈ ഫോണിൽ ഇപ്പോഴും ഉള്ളത്. പക്ഷേ അതിൻ്റെ അകത്ത് 2 അപ്ഗ്രേഡ്സ് ഉണ്ട്. ലൈക്ക് ഇതിൻ്റെ 200 മെഗാ ക്യാമറയുടെ സെൻസർ കൂട്ടിയതിൻ്റെ അടുത്ത മേജർ മാറ്റമാണ് പണ്ടത്തെ S23 അൾട്രയിലുള്ള 10 മെഗാ ക്യാമറ, 10x പെലിസ്കോപ്പ് ക്യാമറ ഉണ്ടല്ലോ, അതിന് പകരം ഈ പ്രാവശ്യത്തെ 50 മെഗാ ക്യാമറ, 5x പെലിസ്കോപ്പ് ക്യാമറയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഫോണും കൊണ്ടെടുത്ത കുറച്ച് സാമ്പിൾ ഫോട്ടോസാണിത്. അപ്പോൾ ഡിസൈനിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഈ പ്രാവശ്യം സാംസങ് തന്നിരിക്കുന്ന ടൈറ്റാനിയം ബോഡിയും കൊണ്ടുണ്ടാക്കിയ ഫോണാണിത്. വെയിറ്റ് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ വെയിറ്റ് നോക്കിയാൽ അത്ര വലിയ ഡിഫറൻസ് ഒന്നുമില്ല. പിന്നെ S23 അൾട്രേനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇച്ചിരിയും കൂടി ഫ്ലാറ്റ് സ്ക്രീനാണ് ഉള്ളത്. മറ്റേ കേർവ്ഡ് ഡിസ്പ്ലേ മാറ്റിയിട്ട് ഇപ്പോൾ ഫ്ലാറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ആ ബോഡിക്കും ഉണ്ടൊരു ഫ്ലാറ്റ്. അതുകൊണ്ട് S23 അൾട്രയും S24 അൾട്രയും കയ്യിൽ വെച്ച് കഴിയുമ്പം ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ലേശം ഇച്ചിരി തിക്നെസ് ഉള്ള ഒരു ഫോണാണെന്ന് ഓർക്കും നമ്മൾ. ചുറ്റുമുള്ള ഒരു ടൈറ്റാനിക് ഫ്രെയിം ഉണ്ടല്ലോ, അതിനൊരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം ബ്രഷ്ഡ് മാറ്റ് ഫിനിഷിലാണ് വരുന്നത്. എന്നാന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഡേർട്സ് ഉണ്ടല്ലോ, അത് ഈ സൈഡിലൊന്നും പെറ്റി പിടിച്ചിട്ട് നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. പിന്നെ ടൈറ്റാനിയം വെച്ച് കുറേ കളർ വന്നിട്ടുണ്ട്, ലൈക്ക് ബ്ലാക്ക്, ഗ്രേ, വയലറ്റ്. ഇതാണ് മെയിൻ കളേഴ്സ്. പിന്നെ സാംസങ്ങിൻ്റെ വെബ്സൈറ്റിൽ തന്നെ വരുന്ന ഇച്ചിരി റെയർ കളേഴ്സ് ഉണ്ട്, ലൈക്ക് ടൈറ്റാനിയം ബ്ലൂ, ടൈറ്റാനിയം ഗ്രീന്, ടൈറ്റാനിയം ഓറഞ്ച്. പിന്നെ 5000 mAh ബാറ്ററിയാണ് വന്നിരിക്കുന്നത്. S23 അൾട്രയെ വെച്ച് വലിയ ഡിഫറൻസ് ഒന്നുമില്ല. സെയിം 45 വാട്ട് ചാർജിങ് ആണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്നിരിക്കുന്ന സെയിം ഡിസ്പ്ലേ സൈസിലാണ് ഇപ്പോഴും ഉള്ളത്. S23 അൾട്രേനേക്കാളും കുറച്ച് ഡിഫറൻസ് ഒക്കെ ഇതിൽ വന്നിട്ടുണ്ട് സ്ക്രീനിൽ വെച്ച് നോക്കുമ്പം. നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ഫ്ലാറ്റ് സ്ക്രീൻ ആണെന്ന്, അതൊരു ഹ്യൂജ് ഡിഫറൻസ് ആണ്. പിന്നെ നിങ്ങൾക്ക് ഫ്ലാറ്റ് ഡിസ്പ്ലേസ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഫോൺ വാങ്ങിക്കണം. നിങ്ങൾ മേടിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ, എന്നാന്ന് വെച്ചാൽ അത്രയും ബ്യൂട്ടിഫുള്ളാണ് ഇതിൻ്റെ സ്ക്രീന്. പിന്നെ ഈ പ്രാവശ്യം തിൻ യൂണിഫോം ബെസൽസ് ആണ് വന്നിരിക്കുന്നത്. ശരിക്കും ഒരു TV ലുക്ക് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സ്ക്രീനിൻ്റെ പ്രൊട്ടക്ഷൻ ഇച്ചിരി കൂടിയിട്ടുണ്ട്. ഗൊറില്ല ഗ്ലാസ് ആണ് വന്നിരിക്കുന്നത്, ഗൊറില്ല ഗ്ലാസ് ആർമോൾ എന്ന് പറഞ്ഞാണ്. പിന്നെ നമ്മുടെ സ്പീക്കർ നല്ലപോലെ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ S23 അൾട്ര വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പം. ഇറങ്ങിയതിലെ ഏറ്റവും പവർഫുൾ ചിപ്സെറ്റാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 8th Gen 3 ആണ് ഈ ഫോണിൽ ഉള്ളത്. 8th Gen 3 ഫോർ ഗാലക്സി. സാംസങ്ങിന് വേണ്ടി തന്നെ ഉണ്ടാക്കിയേക്കുന്ന ഒരു ചിപ്സെറ്റാണിത്. ഔട്ട് ഓഫ് ദ ബോക്സ്
ആൻഡ്രോയിഡ് 14 ആണ് വരുന്നത്. വിത്ത് ലേറ്റസ്റ്റ് 1.6.1 UI വരുന്നത് ഈ ഫോണിന്. ആൻഡ് ഫൈനലി സാംസങ് ആണ് 7 years ഓഫ് OS അപ്ഡേറ്റ് പ്രോമിസ് ചെയ്യുന്നുണ്ട്. അതെന്നാന്ന് വെച്ചാൽ ഇപ്പം ആൻഡ്രോയിഡ് 14 ആണല്ലോ, അപ്പം ആൻഡ്രോയിഡ് 21 വരെ എന്ന് വെച്ചാൽ 2031 വരെ പ്രോപ്പർ അപ്ഡേറ്റ്സ് ആണ് വരാൻ പോകുന്നത്, പ്രോപ്പർ OS അപ്ഡേറ്റ്സ്. പിന്നെ സാംസങ് ഫോൺ ആയതുകൊണ്ട് നോക്സ് സെക്യൂരിറ്റി ആണുള്ളത്. പിന്നെ ഈ ഫോണിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് 1,29,000 റുപ്പീസ്. പിന്നെ എല്ലാ വർഷവും വരുന്നത് പോലെ സാംസങ് കുറേ ഓഫേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ നൗ. ദിസ് ഈസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ ടെക്നോളജിസ്റ്റ് സൈനിങ് ഓഫ്. താങ്ക് യു.